PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റ്സ് ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. നമ്മൾ എല്ലാ ദിവസവും PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. PSC സംബന്ധമായിട്ടുള്ള ഏതൊരു ന്യൂസും ഡെയിലി നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി അറിയാൻ സാധിക്കും. PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ, കൺഫർമേഷൻ ഡേറ്റുകൾ, പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റുകൾ, അങ്ങനെ ഏതൊരു ന്യൂസ് നിങ്ങൾക്ക് PSC സംബന്ധമായിട്ടുള്ള ഈ ഒരു ചാനലിൽ കൂടെ ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ന്യൂസ് പോലും PSCയുടെ മിസ്സായിട്ട് നിങ്ങൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. 10th പ്രിലിംസോ LGSോ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ് കേട്ടോ. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഒരു ഹായ് അയച്ച ശേഷം ഏത് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടി മെൻഷൻ ചെയ്ത് അയക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ്, അതുപോലെ LP UP കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഒക്കെ അവൈലബിൾ ആണ്. സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എല്ലാം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്കിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലെയോ അതല്ലെങ്കിൽ സ്ക്രീനിലെയോ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അതുകൂടാതെ തന്നെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. 10th പ്രിലിംസ്, LGS, LP UP മിഷൻ 2026-27, അതുപോലെ തന്നെ കേറ്ററ്റ്, HSI സോഷ്യൽ സയൻസ്, ഇതിൻ്റെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകൾ നമുക്ക്. ഇംഗ്ലീഷ് സ്ഥിര നിയമനം, ഉദ്യോഗാർത്ഥികൾ വീണ്ടും കോടതിയിലേക്ക്. ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപക തസ്തികയിൽ സ്ഥിര നിയമനം നടത്തണമെന്ന് ഹൈക്കോടതി വിധിക്കെതിരെ പുനഃപരിശോധന ഹർജിയുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ കോടതിയെ സമീപിക്കാൻ ഉദ്യോഗാർത്ഥികളും 2021 ഹൈക്കോടതി വിധിയെ തുടർന്ന് പിരീഡ് അടിസ്ഥാന തസ്തിക നിർണ്ണയം നടത്തി അധിക തസ്തികൾ താൽക്കാലികമായി സൃഷ്ടിച്ച് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ജൂലൈ 5 ഉത്തരവിട്ടിരുന്നു. ഉത്തരവ് നടപ്പിലാക്കുന്നതിനെ തസ്തിക നഷ്ടമാകുന്ന അധ്യാപകർ നൽകിയ ഹർജിയിൽ ഉത്തരവ് ഹൈക്കോടതി തടഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് സെപ്റ്റംബർ 26 അധിക അധ്യാപക പുനഃവിന്യസിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇറക്കിയ ഉത്തരവ് നടപ്പിലാക്കുന്ന ഹൈക്കോടതി വീണ്ടും തടഞ്ഞത്. ഈ മാസം 4 ഇറക്കിയ ഉത്തരവിൽ ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപക തസ്തിക സ്ഥിര നിയമനം നടത്താനാവില്ലെന്ന് വകുപ്പ് വ്യക്തമാക്കി. ഉത്തരവ് അനുസരിച്ച് 2024-25 തസ്തിക നിർണ്ണയം HSD ഇംഗ്ലീഷ് പീരീഡ് അടിസ്ഥാനത്തിൽ തസ്തിക നിർണ്ണയം നടത്താനും അധിക തസ്തികളിൽ തസ്തിക നഷ്ടം വന്ന് പുറത്തു പോകുന്നവരെ ക്രമീകരിച്ച ശേഷം ബാക്കി ഒഴിവിൽ ദിവസവേതന നിയമനം നടത്താനുമാണ് തീരുമാനം. 649 ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കുമെന്ന് ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തസ്തിക സൃഷ്ടിക്കാൻ മന്ത്രിസഭ കഴിഞ്ഞ വർഷം അനുമതി നൽകിയിട്ടും സർക്കാർ താൽക്കാലിക നിയമനം തുടരുകയാണ്. ഇതിനെതിരെ സ്ഥിര നിയമനം ആവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിച്ചെ തുടർന്ന് സർക്കാരുമായി ചർച്ച നടന്നിരുന്നെങ്കിലും താൽക്കാലിക നിയമനത്തിനുമായി സർക്കാർ താൽപ്പര്യം കാണിച്ചതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് സ്ഥിര നിയമനം നടത്തണമെന്ന് സർക്കാർ വിശദീകരണം. എന്നാൽ മറ്റു ഭാഷാ വിഷയങ്ങൾക്കെല്ലാം സ്ഥിര തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്താൻ സാമ്പത്തിക പ്രതിസന്ധി ബാധകമല്ലാത്ത സർക്കാർ ഇംഗ്ലീഷിന് മാത്രം താൽക്കാലിക തസ്തിക സൃഷ്ടിക്കുന്നതിനെതിരെയാണ് റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ കോടതിയെ വീണ്ടും സമീപിക്കാൻ ഉദ്യോഗുന്നത്. അപ്പോൾ HSD ഇംഗ്ലീഷ് അധ്യാപക തസ്തിക നിർണ്ണയവുമായി ബന്ധപ്പെട്ടിട്ട് ശരിക്കും പറഞ്ഞ ഒരുപാട് കാലമായിട്ട് ഈ ഒരു ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളും തമ്മിൽ ചർച്ചകളും അതിനനുസരിച്ചുള്ള കോടതിയെ സമീപിക്കുകയായിട്ട് ഒരുപാട് നാളായിട്ട് ഇവരിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇവർക്ക് എത്രയും പെട്ടെന്ന് സ്ഥിര നിയമനം കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കാരണം ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷ് അധ്യാപകരാണ് അതിന് ഏറ്റവും പ്രാവീണ്യം നേടിയത്. ഇപ്പോൾ സ്കൂളുകളിൽ നമുക്കറിയാം മെജോറിറ്റി സ്കൂളുകളിൽ, സർക്കാർ സ്കൂളുകളിൽ മറ്റുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന, മറ്റുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരാണ് ഇംഗ്ലീഷും കൈകാര്യം ചെയ്യുന്നത്. ശരിക്കും അതിന് പഠിച്ചു വന്ന ഉദ്യോഗാർത്ഥികൾ വേണം അതിൻ്റെ ശരിക്കും പറഞ്ഞ ക്ലാസ്സുകൾ എടുക്കാനായിട്ട്. അത് ശരിക്കും ഒന്ന് ക്രമീകരിച്ച് അതിൻ്റെ വേണ്ട രീതിയിലുള്ള നടപടികളൊക്കെ സർക്കാർ സ്വീകരിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് സ്ഥിര നിയമനമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അടുത്തൊരു ന്യൂസ് നോക്കാം. LD ക്ലർക്ക് മൂല്യനിർണ്ണയം അന്തിമഘട്ടത്തിൽ, സാധ്യത പട്ടിക 2025 ആദ്യം. വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് നിയമനത്തിനുള്ള OMR പരീക്ഷയുടെ മൂല്യനിർണ്ണയം അവസാന ഘട്ടത്തിൽ. സാധ്യത പട്ടിക 2025 ആദ്യ മാസങ്ങളിൽ പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം. ഓരോ ജില്ലയിലും സാധ്യത പട്ടിക എത്ര പേരെ ഉൾപ്പെടുത്തണമെന്നതിൽ കഴിഞ്ഞ PSC യോഗം തീരുമാനമെടുത്തു. മുഖ്യ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നവരുടെ എണ്ണത്തിൽ നിശ്ചയിക്കുന്നത്. അതിന് യോജിച്ച വിധത്തിൽ കട്ട് ഓഫ് മാർക്ക് കണ്ടെത്തിയാണ് സാധ്യത പട്ടിക തയ്യാറാക്കുക. ആനുപാതികമായി സംവരണ വിഭാഗം ഉദ്യോഗാർത്ഥികളും ഉപപട്ടികയിൽ ഉൾപ്പെടുത്തും. 2025 മാർച്ച് മുൻപ്
14 ജില്ലകളുടെയും സാധ്യത പട്ടിക പ്രസിദ്ധീകരിക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ രേഖ പരിശോധന പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആ വർഷം ഓഗസ്റ്റ് ആദ്യം റാങ്ക് പട്ടികയും പ്രസിദ്ധീകരിക്കും. നിലവിൽ റാങ്ക് പട്ടികയ്ക്ക് 2025 ജൂലൈ 31 വരെയാണ് കാലാവധി. ഇത്തവണ 8 ഘട്ടമായാണ് ക്ലർക്ക് പരീക്ഷ നടത്തിയത്. നേരിട്ടുള്ള നിയമനത്തിന് 7 ഘട്ടവും തസ്തിക മാറ്റത്തിന് 1 ഘട്ടവുമായിരുന്നു. നേരിട്ട് നിയമനത്തിൽ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയവർ 50% പേർ ഹാജരായി. 14 ജില്ലകളിലായിട്ട് 12.9 ലക്ഷം പേർ അപേക്ഷിച്ചിരുന്നു. ഇവരിൽ 9,62,447 പേരാണ് പരീക്ഷ എഴുതി പ്രൊഫൈലിലൂടെ ഉറപ്പ് നൽകിയത്. അല്ലാത്തത് 3.32 ലക്ഷം അപേക്ഷകൾ PSC റദ്ദാക്കി. അപ്പോൾ സാധ്യത പട്ടിക 2025 ആദ്യം എന്ന് പറയുമ്പോൾ ജനുവരി മാസം സാധ്യത പട്ടിക വരുന്നതായിരിക്കും. തുടർന്ന് മാർച്ചിന് മുൻപ് മുഴുവൻ സാധ്യത പട്ടികകളും പ്രസിദ്ധീകരിച്ച് 14 ജില്ലകളിലെ സാധ്യത പട്ടിക പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ രേഖ പരിശോധന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നതായിരിക്കും. ഓഗസ്റ്റ് ആദ്യം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ഓർഡർ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് കൃത്യമായിട്ടെല്ലാം മുന്നോട്ട് പോകട്ടെ എന്നും വലിയൊരു സാധ്യത ലിസ്റ്റും അതുപോലെ മെയിൻ ലിസ്റ്റും വരട്ടെ എന്നും നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ചോദിക്കാം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് മലപ്പുറം ജില്ലയിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് റാങ്ക് ലിസ്റ്റിലുണ്ട്. ഈ ലിസ്റ്റിൽ നിയമനം എത്ര വരെയായി? ഏറ്റവും ഒടുവിൽ എന്നാണ് നിയമന ശുപാർശ നൽകിയിട്ടുള്ളത്? റാങ്ക് നമ്പർ മെയിൻ ലിസ്റ്റിൽ 100-ലാണുള്ളത്. എന്നാൽ ജനറൽ വിഭാഗമാണ്. നിയമന സാധ്യതയുണ്ടോ? അതിൻ്റെ ഉത്തരമായിട്ട് കൊടുത്തേക്കുന്നത് നവംബർ 8-നാണ് തസ്തികയിലേക്ക് ഏറ്റവും ഒടുവിൽ നിയമന ശുപാർശ ആയത്. 102 പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചത്. ഓപ്പൺ മെറിറ്റിൽ 77 പേരെയും ലിസ്റ്റിൽ 2027 ജനുവരി 3 വരെ കാലാവധി ലഭിക്കും. താങ്കൾക്ക് ഇതിനുള്ളിൽ നിയമന സാധ്യത ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലീസ് കോൺസ്റ്റബിൾ തിരുവനന്തപുരമാണ്. ആർമഡ് പോലീസ് ബറ്റാലിയൻ പോലീസ് കോൺസ്റ്റബിൾ തിരുവനന്തപുരം തസ്തികയിൽ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമന ശുപാർശ ഏതുവരെയായി? റാങ്ക് ലിസ്റ്റ് കാലാവധി എന്നുവരെയുണ്ട്? ഈ തസ്തികയിലേക്ക് നവംബർ 8-ന് നടന്ന ശുപാർശ കൂടിയാകുമ്പോൾ ഇതുവരെ 169 പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചത്. ഓപ്പൺ മെറിറ്റിൽ 140 പേർ ലിസ്റ്റിൽ 2025 ഏപ്രിൽ 14 വരെയാണ് കാലാവധി. ഇനി LD ക്ലർക്ക് വയനാട് ജില്ലയിൽ LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റിലുണ്ട്. ഈ ലിസ്റ്റിൽ നിന്നും ഇതുവരെ എത്ര പേർക്ക് നിയമന ശുപാർശയായി എന്നുവരെയാണ് ലിസ്റ്റിൻ്റെ കാലാവധി? 291 പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചത്. ഓപ്പൺ മെറിറ്റിൽ 185 പേരെ ഈ മാസം 11 വരെ ഏറ്റവും ഒടുവിൽ നിയമന ശുപാർശ നടന്നു. ലിസ്റ്റിൽ 2025 ജൂലൈ 31 വരെ കാലാവധി ലഭിക്കും. LD ടൈപ്പിസ്റ്റ് എറണാകുളം. വിവിധ വകുപ്പുകളിൽ LD ടൈപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ 725/2022 റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുതിയ നിയമന ശുപാർശ നടന്നു. ഇതുവരെ എത്ര പേർക്കാണ് നിയമന ശുപാർശയായത് എന്നുവരെയാണ് ലിസ്റ്റിൻ്റെ കാലാവധി? ഇതുവരെ 26 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. 2024 മെയ് 24 നിലവിൽ വന്ന ലിസ്റ്റിൽ നിന്ന് സെപ്റ്റംബർ 25-നാണ് ഏറ്റവും ഒടുവിൽ നിയമന ശുപാർശ നടന്നത്. ഓപ്പൺ മെറിറ്റിൽ 15 പേർക്കാണ് നിയമന ശുപാർശ. ലിസ്റ്റിൽ 2027 മെയ് 23 വരെയാണ് കാലാവധി വരുന്നത്. ഇനി ഇഴഞ്ഞ് PSC വിജ്ഞാപനങ്ങൾ. വർഷം തീരാൻ കഷ്ടിച്ച് 1.5 മാസം. കലണ്ടർ വർഷം അവസാനിക്കാൻ കേവലം 1 മാസം മാത്രം ബാക്കി നിൽക്കെ പ്രസിദ്ധീകരിക്കേണ്ട ആകെ വിജ്ഞാപനങ്ങളിൽ 40% ഇനിയും PSC പ്രസിദ്ധീകരിച്ചില്ല. 15 വരെ PSC ആകെ പ്രസിദ്ധീകരിക്കുന്ന വിജ്ഞാപനങ്ങളുടെ എണ്ണം 445. ഒരു വർഷം ശരാശരി 750 വിജ്ഞാപനമാണ് പ്രസിദ്ധീകരിക്കാറുള്ളത്. ശേഷിക്കുന്ന 3-4 വിജ്ഞാപനങ്ങളുടെ പ്രസിദ്ധീകരിക്കുമ്പോൾ അപേക്ഷ അയക്കുന്നവരുടെ തള്ളിക്കയറ്റവും കാരണം വെബ്സൈറ്റിൽ ഉണ്ടാകും തിരക്ക് അവസാന ദിവസങ്ങളിൽ ഉദ്യോഗാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുത്താൻ ഇടയാക്കും. കഴിഞ്ഞ വർഷം സമാനമായി വിജ്ഞാപനമുണ്ടായ അഭാവം കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ആകെ പ്രസിദ്ധീകരിച്ച 740 വിജ്ഞാപനങ്ങളിൽ 275 എണ്ണം ഡിസംബറിലാണ് പ്രസിദ്ധീകരിച്ചത്. അപേക്ഷകരുടെ എണ്ണം കൂടിയതോടെ വെബ്സൈറ്റ് പ്രവേശിക്കാനോ അപേക്ഷ സമർപ്പിക്കാനോ പോലും ഉദ്യോഗാർത്ഥികൾക്ക് കഴിയാതെ വന്നു. ചില തസ്തികകളുടെ അപേക്ഷ തീയതി PSC ദീർഘിപ്പിച്ച് നൽകിയതായി പ്രശ്നം പരിഹരിച്ചത്. ബിരുദധാരികൾ അപേക്ഷിക്കുന്ന സെക്രട്ടേറിയറ്റ്, PSC ഓഡിറ്റർ വകുപ്പ് എന്നിവയിലേക്കുള്ള അസിസ്റ്റന്റ് ഓഡിറ്റർ വിജ്ഞാപനം ഡിസംബർ പ്രസിദ്ധീകരിക്കുന്ന PSC അറിയിച്ചിരുന്നു. ഇതടക്കം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്ന തസ്തികകളുടെ വിജ്ഞാപനമാണ് ഇനി വരാനുള്ളത്. ഇതോടെ കഴിഞ്ഞ വർഷത്തെ സെർവർ പ്രശ്നം ഇക്കുറിയും ഉണ്ടാകാനുള്ള സാധ്യത ഉദ്യോഗാർത്ഥികൾ തള്ളുന്നില്ല. അടുത്തത് SI പട്ടികയുടെ കാലാവധി പകുതി പിന്നിട്ടു. ഒറ്റ നിയമനവുമില്ല. കഴിഞ്ഞ തവണ 605 പേർക്ക് നിയമന ശുപാർശ നൽകിയിരുന്നു. പകുതി കാലാവധി എത്തിയ കേരള സിവിൽ പോലീസ് SI റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒരാൾക്ക് പോലും നിയമന ശുപാർശയില്ല. കഴിഞ്ഞ ജൂൺ 7-ന് നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ ഇനി 6 മാസമേ കാലാവധി. പുതിയ ഒഴിവുകളിലൊന്നും ഇതുവരെ PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റാങ്ക് പട്ടിക നിലവിൽ വന്ന് 5 മാസം കഴിഞ്ഞ് നവംബർ 13-നാണ് LGD ഒഴിവുകൾ മാത്രമാണ് ഇതുവരെ PSCയിൽ എത്തിയത്. ഇവയുള്ളിലേക്കുള്ള നിയമന ശുപാർശ ഡിസംബർ തയ്യാറാക്കുമെന്ന് കരുതുന്നു. അതായിരിക്കും ഈ പട്ടികയിൽ നിന്നുള്ള ആദ്യ നിയമന ശുപാർശ. 915 പേരാണ് റാങ്ക് പട്ടികയിൽ ആകെ ഉള്ളത്. ഇവരിൽ 695 പേർ മുഖ്യ പട്ടികയിലും 227 പേർ ഉപപട്ടികയിലും. 1ാം റാങ്കുകാരന് പോലും ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചിട്ടില്ല. 6 മാസമായി
ഇവരെല്ലാം നിയമനം കാത്തിരിക്കുകയാണ്. ഒഴിവ് റിപ്പോർട്ട് ചെയ്യാതെ എങ്ങനെ നിയമനം കിട്ടുമെന്ന ആശങ്കയിലാണിവർ. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് 605 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചതാണ്. റാങ്ക് പട്ടികയിൽ ആളില്ലാത്തതിനാൽ LCS വിഭാഗക്കാർക്കാണ് 3 ഒഴിവുകൾ NCA വിജ്ഞാപനത്തെ മാറ്റിവെച്ചിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ 480 റാങ്ക് വരെയുള്ളവർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു. മറ്റ് സംവരണ വിഭാഗം നിയമനം ഇപ്രകാരമാണ്: ഈഴവ 483, SC സപ്ലിമെൻ്ററി 1, ST സപ്ലിമെൻ്ററി 13, മുസ്ലിം 481, LC/IC 493, OBC 466, വിശ്വകർമ്മ സപ്ലി 1, SIU നാടാർ 459, ഹിന്ദു നാടാർ 504, SC എല്ലാ വിഭാഗം ധീവര 565, മിനിസ്റ്റീരിയൽ വിഭാഗത്തിലുള്ള തസ്തികയുടെ മാറ്റം എല്ലാം കോൺസ്റ്റബിൾ തസ്തിക മാറ്റം 92. പുതിയ റാങ്ക് പട്ടിക നടപടികളും PSC ഊർജിതപ്പെടുത്തി. നിലവിൽ റാങ്ക് പട്ടിക 2020 ജൂൺ 6 വരെയാണ് കാലാവധി. പിറ്റേന്ന് തന്നെ പുതിയ റാങ്ക് പട്ടിക പ്രാബല്യത്തിൽ വരുന്ന വിധത്തിലാണ് തെരഞ്ഞെടുപ്പ് നടപടി PSC ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 2ാം ഘട്ട പരീക്ഷയിലൂടെയാണ് റാങ്ക് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മറക്കണ്ട, അതൊരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. PSC സംബന്ധമായിട്ടുള്ള ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് ഒരു ചാനൽ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ വാട്സപ്പിലെ നമ്പറിലോ ഹായ് അയച്ചു കഴിഞ്ഞാൽ LGS, 10th പ്രിലിംസ്, കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ്, LP, UP എന്നിവയുടെയൊക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.